ഹായ്. എന്താണ് ഈ കമൻറ്റ് ബോക്സുകളൊക്കെ ഇങ്ങനെയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഏതൊരാൾ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ താഴെ അയാളുമായിട്ടൊരു പരിചയവും ഇല്ലാത്ത ആൾ, ഇനി ഒരുപക്ഷെ പരിചയമുള്ള ശത്രുതയുള്ള ആൾ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് എന്തൊക്കെയാണ് ആളുകളെ വിളിച്ചു കൂട്ടുന്നത്. അതും ഒരിക്കലും ഒരു പബ്ലിക് മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ ഒരു പൊതുസ്ഥലത്ത് പറയാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമൊക്കെയുള്ള തെറിവിളികളാണ് പലപ്പോഴും കാണുന്നത്. തെറിവിളികൾ ഒരു സൈഡിൽ, മറ്റൊരു സൈഡിൽ മാനസികമായിട്ടുള്ള ആക്രമണങ്ങൾ കമൻറ്റിലൂടെ. എന്താണ് ഈ കമൻറ്റ് ബോക്സുകൾ ഇങ്ങനെ എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൻ്റെ സൈക്കോളജി അല്ല ഫേസ്ബുക്കിലെ കമൻറ്റ് ബോക്സിന്, ഫേസ്ബുക്കിലെ കമൻറ്റ് ബോക്സിൻ്റെ സൈക്കോളജി അല്ല ഇൻസ്റ്റഗ്രാമിലെ കമൻറ്റ് ബോക്സിന്. ഇതിലേറ്റവും വേസ്റ്റ് ആൻഡ് വേസ്റ്റ് കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലാണ്. വായി തോന്നിയിട്ടുള്ള പച്ചത്തെറി ആളുകളെ വിളിക്കുക എന്നുള്ളതാണ് മിക്കവാറും എന്നല്ല, വലിയൊരളവ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലരോടൊക്കെ ആളുകൾക്ക് ഭയങ്കര വെറുപ്പാണ്. അവരെ നേരിട്ട് അറിയില്ല, ഈ കണ്ടൻറ്റ് കണ്ടിട്ട് മാത്രമേ അറിയൂ. അപ്പോൾ അവരോട് വെറുപ്പങ്ങ് തോന്നിയിട്ട് വായി തോന്നിയതൊക്കെ വിളിക്കുകയാണ്, അതും പച്ച ഭാഷയിൽ, ഒട്ടും സഭ്യമല്ലാത്ത ഭാഷയിൽ. എന്തിനാണ് ഒരിക്കൽ പോലും ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകളോട് ഇത്രയധികം വെറുപ്പ് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഭയങ്കര വെറുപ്പുണ്ട്, കാണാൻ പ്രയാസമുണ്ട്, കാണുമ്പം അരോചകമായിട്ട് തോന്നുന്നു, സ്കിപ്പ് ചെയ്യാലോ. 1,000 ചാനലുകളില്ലേ നമ്മുടെ യൂട്യൂബിലും, അതുപോലെ തന്നെ 1,000 ഐഡികളില്ലേ ഇൻസ്റ്റഗ്രാമിലെ. ഒന്ന് സ്കിപ്പ് ചെയ്യാവുന്നത്, ഒന്ന് ജസ്റ്റ് ഒന്ന് മേലോട്ടേക്ക് സ്വൈപ്പ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതൊരു സൈഡിൽ കേട്ടോ, ആ രീതിയിലുള്ള തെറി. മറ്റൊരു സൈഡിലാണ് ആളുകളുടെ ഇമോഷൻസ് നോക്കാതെയുള്ള വിധി പറച്ചിൽ. അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോ മനുഷ്യനും അവരുടേതായ ചില ഐഡിയോളജി ഉണ്ട്. ഇപ്പം എനിക്ക് ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഏറ്റവും അടുത്ത ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുന്ന ഒരു രീതി അതായിരിക്കില്ല ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കുക. എൻ്റെ പ്രതികരണം ഞാൻ വളർന്നു വന്ന സാഹചര്യം, ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ കണ്ട സിനിമകൾ, ഞാൻ പരിചയപ്പെട്ട ആളുകൾ, ഞാൻ വായിച്ച ആർട്ടിക്കിൾസ്, കാര്യങ്ങൾ, ഇതൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ട റീൽസ് വരെ ഏറ്റവും പുതിയതായിട്ട് പറയുമ്പോൾ അതിനെ വരെ സ്വാധീനിക്കുന്നുണ്ട് എൻ്റെ പ്രതികരണങ്ങൾ, എൻ്റെ റിയാക്ഷൻസ്. അപ്പം ഞാൻ വളർന്ന സാഹചര്യത്തിലല്ലല്ലോ നിങ്ങൾ ഓരോരുത്തരും വളർന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ റിയാക്ഷൻസ് സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നേക്കാളും. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ ചിന്തിക്കുന്ന രീതിയാണ് ശരി, എൻ്റെ ഇമോഷൻസാണ് ശരി. ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അലറി വിളിച്ച് കരയുന്നതാണ് ശരി. ഞാൻ അങ്ങനെയാണെന്ന് കരുതി, ഞാൻ അങ്ങനെയാണെന്നല്ല കേട്ടോ പറയുന്നത്, മേ ബി ഞാൻ അങ്ങനെയാണെങ്കിൽ അതാണ് ശരി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അല്ലാതെ പ്രതികരിക്കുന്നവരെയൊക്കെ സഭ്യമായ ഭാഷയിലും അല്ലാതെ ഭാഷയിലും വിമർശിക്കുന്നുണ്ടല്ലോ, അതിനപ്പുറത്തോട്ട് കുറ്റം പറയുന്നുണ്ടല്ലോ. ഇതിൻ്റെ പേരാണ് ഫാസിസം. അതായത് നമ്മൾ എന്താണോ അതിന് പുറത്തേക്കുള്ള ഒരു ലോകത്തെയോ വ്യക്തിയെയോ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ. എടോ, ഞാൻ പ്രതികരിക്കുന്ന രീതിയിലല്ല നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കുക. എൻ്റെ കരച്ചിലല്ല നിങ്ങളുടെ കരച്ചിൽ. ഞാനൊരു പക്ഷേ വിതുമ്പുകയാണെങ്കിൽ വേറൊരാൾ പൊട്ടിക്കരയുമായിരിക്കും. ഞാൻ അലറി വിളിച്ച് കരയുമെങ്കിൽ വേറൊരാൾ ജസ്റ്റ് ഒരു നോട്ടത്തിൽ ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുമായിരിക്കും. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ, നമ്മുടെ ജീവന് വരെ അതിൽ പങ്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രത്തോളം നമ്മളെല്ലാവരും ഡിഫറൻ്റ് ആണ്. ഓരോന്നിനെയും ഈവൻ നമ്മളിപ്പോൾ രാത്രി ഉറക്കം, ഞാൻ ഉറങ്ങുന്ന അതേ ഹവേഴ്സ് ആയിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരും ഉറങ്ങുന്നുണ്ടാവുക. ഞാൻ ചെയ്യുന്ന ജോലി അല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ചിലർക്കൊക്കെ ജീവിതത്തിൽ ജോലി, ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയിട്ടുണ്ടാവും, ചിലർക്കൊക്കെ കിട്ടിയ ജോലി കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടാവും. അവരുടെയൊക്കെ മാനസികാവസ്ഥ ഒന്നല്ല. ഉറക്കം നഷ്ടപ്പെടുന്നവൻ്റെയും കൃത്യമായിട്ട് ഉറങ്ങുന്നവൻ്റെയും മാനസികാവസ്ഥ ഒന്നല്ല. അപ്പോൾ ഓരോരുത്തരുടെയും പ്രതികരണം അതിനനുസരിച്ചിരിക്കും, അവരവരുടെ ജീവിതം ചുറ്റുപാടനുസരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ പ്രതികരിക്കുമ്പം അതിനെതിരെ പോയി വിമർശിക്കുക, കുറ്റം പറയുക, തെറി വിളിക്കുക, ഇതൊന്നും ഒട്ടും നല്ല കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ കാലത്ത്, കാരണം എല്ലാവരുടെ ഇമോഷൻസും നമ്മൾ കാണുന്ന ഒരു കാലമായത്, ഒന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല, എല്ലാം സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ഈ കാലത്തെങ്കിലും നമ്മൾ മുമ്പേ മനസ്സിലാക്കേണ്ടതാണ്, ഈ കാലത്തെങ്കിലും മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും എന്താണ്, മാനസിക തലത്തിൽ ഒന്നല്ല, ഒരേപോലെ ചിന്തിക്കുന്നവരല്ല. നമ്മുടെ ഇമോഷൻസ് ഡിഫറൻ്റ് ആണ്, നമ്മൾ ഓരോന്നിനോടും പ്രതികരിക്കുന്ന രീതി ഡിഫറൻ്റ് ആണ്. അപ്പോൾ എൻ്റെ റിയാക്ഷൻ അല്ല നിങ്ങളുടെ റിയാക്ഷൻ. അപ്പോൾ നിങ്ങളൊരു രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ വന്നിട്ട് അതല്ല ശരി ഇതാണെന്ന് പറയാൻ പറ്റും? നിങ്ങളെ നിങ്ങളായും എന്നെ ഞാനായും ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? എന്നാൽ മാത്രമല്ലേ ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ലൈഫ് അതൊക്കെ പൂർത്തിയാവുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു കാരണവശാലും ഒരിക്കലും നമ്മളുടെ ലെവൽ വെച്ച് നമ്മൾ മറ്റുള്ളവരെ അളക്കരുത്. നമ്മൾ മാത്രമല്ല ഈ ഭൂമിയുടെ അവകാശികൾ, എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു ലെവലുണ്ട്, ലെവൽ ഓഫ് തിങ്കിങ്, ലെവൽ ഓഫ് റിയാക്ടിങ് ഉണ്ട്. അതിനെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. എന്തിന് നമ്മൾ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തണം, മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തണം? അതൊന്നും ഒട്ടും ശരിയല്ല. ഇത് ഈ അവസരത്തിൽ പറയേണ്ട സമയം അതിക്രമിച്ചു എന്ന് തോന്നിയത് കൊണ്ട് പറയാണ്. കാരണം മിക്കവാറും അടുത്തുള്ള ഒരു ബന്ധു മരിച്ചതിന് ശേഷം വളരെ ബോൾഡായിട്ട് പ്രതികരിക്കുന്ന ഒരാളെയൊക്കെ വിമർശിക്കുന്നത് കണ്ടു. എങ്ങനെ പറ്റും? ആ വലിയ ദുഃഖത്തെയൊക്കെ കടിച്ചമർത്തി അവരേറ്റവും ബോൾഡായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രതികരിക്കുമ്പം വിമർശിക്കുന്നത്
എത്ര വലിയ തെറ്റാണ്. അങ്ങനെ വിമർശിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു അച്ഛൻ്റെ ബോഡി കണ്ടപ്പോൾ ആ കുട്ടി പൊട്ടിക്കരയുന്നതും കണ്ടു. ആ ഒരു വ്യക്തി പൊട്ടിക്കരയുന്നതും കണ്ടു. ആ കരച്ചിൽ കണ്ടപ്പോൾ വിമർശിച്ച ആളുകൾക്ക് സമാധാനമായിട്ടുണ്ടാവും. നമ്മൾ ചിരിക്കുന്നതും അല്ലെങ്കിൽ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നതും ഉള്ളിൽ വിഷമമൊന്നും ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല. പിന്നെ എന്താണ്? ആ വിഷമം പബ്ലിക്കിൽ കാണിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിനെ ആക്രമിച്ച് ഇനി അവരുടെ കണ്ണീര് കണ്ടാലേ അടങ്ങും എന്നൊക്കെ പറയുന്നത് മനുഷ്യത്വത്തിന് വിരുദ്ധമാണ്. അതൊന്നും ശരിയല്ല. എന്താ പറയുക, ഞാൻ മുമ്പ് വായിച്ചൊരു കവിതയിലെ വരി ഓർക്കുന്നു. ആ കവിതയിൽ കവി എഴുതിയിരിക്കുകയാണ്, കുറ്റം നിങ്ങളുടേതല്ല എൻ്റെതാണ്. എന്താണ് കുറ്റം? എന്തായിരുന്നു ആ വരി കൃത്യമായിട്ട്? കുറ്റം നിങ്ങളുടേതല്ല എൻ്റെതാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കൂ എന്ന എൻ്റെ ഉറപ്പുകൾക്കാണ് കുഴപ്പമെന്ന്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂ എന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? നിങ്ങളുടെ ജീന്, നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രി, ഹോർമോൺസ്, അതിനെക്കുറിച്ച് എനിക്ക് എന്തറിയാം? അപ്പം നമ്മളായിരിക്കുക, മറ്റുള്ളവരെ അവരായി ജീവിക്കാൻ വിടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.